ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടും അതുപോലെ ഒന്ന് വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മുറുക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് തിന വെച്ചിട്ടാണ് കേട്ടോ. അതായത് ഫോക്സ് ടെയിൽ മില്ലറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മുറുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ വെയിറ്റ് കുറക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസിനൊക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഈ ഒരു മുറുക്ക് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് തിന വെച്ചിട്ടാണ് കേട്ടോ. ഞാൻ 250 ml കപ്പിന് ഒരു കപ്പ് തിനയാണ് എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇതുപോലെ എണ്ണ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇത് ഫസ്റ്റ് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണേ. അപ്പോൾ അതിനായിട്ട് ഞാനിതൊരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് നിറയെ വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കണേ. ഇപ്പോൾ അത് 2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. 2 മണിക്കൂറിന് മുകളിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്തെടുത്ത് വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് കളഞ്ഞെടുക്കണേ. അപ്പോൾ ഞാനിതാ ഒരു അരിപ്പയിൽ കൂടെ ഇട്ടിട്ട് ഇതുപോലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് കളയാനായിട്ട് വെക്കുകയാണ്. കുറച്ച് ടൈം ഒന്ന് ഇരിക്കട്ടെ, അപ്പോഴേക്കും ആ വെള്ളം ഫുള്ളായിട്ട് പോകും കേട്ടോ. വെള്ളം ഒന്ന് പോയാൽ പിന്നെ നമുക്ക് ഇതുപോലൊരു ക്ലോത്ത് എന്തെങ്കിലും ഒരു തട്ടിൽ വിരിച്ചിട്ട് അതിലേക്ക് എടുത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്നങ്ങ് പരത്തിയിട്ട് കൊടുക്കാം. ഇനി വെയിലുണ്ടെന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ച് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഫാൻ്റെ ചോട്ടിൽ 1-2 മണിക്കൂർ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോഴേക്കിനെ നന്നായിട്ട് ആ വെള്ളമൊക്കെ പോയിട്ട് അത് നല്ല പോലെ ഒന്ന് ഉണങ്ങിയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഞാനൊന്ന് വെയിലത്ത് വെച്ചെടുത്തതാണ്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് മാറ്റിയെടുക്കാം. അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് പൊടിച്ചിട്ട് നല്ല ഫൈനായിട്ടുള്ള പൊടിയാക്കി എടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്നങ്ങ് പൊടിച്ചെടുത്താൽ മതി. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരികളില്ലാത്ത രീതിയിൽ വേണം പൊടിച്ചെടുക്കാൻ. ഇനി നമുക്കിതൊരു ട്രേയിലേക്ക് അങ്ങ് മാറ്റിയെടുക്കാം. ഇതുപോലുള്ള ട്രേ എടുത്തിട്ടുണ്ട്, അതിലേക്ക് അങ്ങ് കൊട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുഴച്ചെടുക്കാനും കൂടെ പറ്റുന്ന രൂപത്തിലുള്ള ട്രേ എടുക്കുക. അതിലേക്ക് ഒരു 1/4 കപ്പ് കടലപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്കതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് കായത്തിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും പിന്നെ 1 ടേബിൾ സ്പൂണ് ബട്ടർ ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ, അതും കൂടി അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ലാസ്റ്റായിട്ട് നമുക്കതിലേക്ക് കുറച്ച് എള്ള് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ വൈറ്റ് എള്ളും ബ്ലാക്ക് എള്ളും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണേ. ഇനി ജീരകം പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ, പൊടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ പിന്നെ അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം എടുത്തിട്ട് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങ് കുഴച്ചെടുക്കണേ. ഒന്നിച്ചങ്ങ് ഒഴിക്കരുത് കേട്ടോ. ആ 1 കപ്പ് വെള്ളമൊന്നും വേണ്ടി വരില്ല. എന്നാലും നമ്മൾ ഫുള്ളായിട്ട് എടുത്തതിന് ശേഷം കുറേശ്ശെ ഒഴിച്ചിങ്ങനെ നമുക്ക് കുഴച്ചെടുക്കുമ്പോൾ ഏകദേശം എത്ര വേണ്ടി വരും എന്നുള്ളൊരു അളവ് അറിയാമല്ലോ. അതിനനുസരിച്ചിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ എള്ളുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇടണം ഒട്ടും നിർബന്ധമില്ല. പക്ഷേ എള്ളും കൂടി ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുമേ. അപ്പോൾ ഇതുപോലെ ഞാൻ കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങ് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ആ 1 കപ്പ് വെള്ളം മൊത്തമായിട്ട് എടുത്തിട്ടില്ല, ഒരു 3/4 കപ്പിൻ്റെ അടുത്ത് കണ്ടിട്ട് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളൂ. ബാക്കി അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാം. ഇനി ലാസ്റ്റായിട്ട് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അല്പം ഓയിലും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നും കൂടെ ഒന്നങ്ങ് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ അങ്ങ് കുഴച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് സേവനായാണ്. അപ്പോൾ ഞാൻ ഇതുപോലുള്ളൊരു സ്റ്റാർ ടൈപ്പിൽ വരുന്ന ആ ഒരു അച്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിൻ്റെ ഉള്ളിലേക്ക് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തേക്കും. അതിന് ശേഷം നമ്മൾ ഈ ഒരു മാവിന്ന് കുറേശ്ശെ പോർഷൻ എടുത്തിട്ട് ഇതുപോലെ ഒന്നങ്ങ് റോൾ ചെയ്തെടുക്കുക. ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ സേവനയുടെ ഉള്ളിലേക്ക് ഇട്ട് വെക്കാൻ പറ്റുന്ന രൂപത്തിൽ കേട്ടോ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ പോകും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ മാവ് അതിൽ നിന്ന് ഇതുപോലെ അങ്ങ് എടുക്കാം. എന്നിട്ട് വീണ്ടും അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ കംപ്ലീറ്റ് ആയിട്ട്. ബാക്കിയുള്ളതുപോലെ തന്നെ അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഇതുപോലെ മതി കേട്ടോ. ഇനി കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ ആ ടോപ്പ് വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ആക്കി എടുക്കുന്നത്. നമുക്ക് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ ഏത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം കേട്ടോ, ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നന്നായിട്ട് ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ അത് ഏകദേശം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതുപോലെ അങ്ങ് ചുറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. അങ്ങ് പെട്ടെന്ന് ഇങ്ങനെ മുറിഞ്ഞിട്ട് ചാടിക്കോളും. ഇതുപോലെ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി മുറിഞ്ഞ് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൈ വെച്ചിട്ട് ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി. അപ്പോഴേക്കും തന്നെ അങ്ങ് ചാടിപ്പോകുന്നുള്ളൂ കേട്ടോ. ഇതുപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് ടൈം അങ്ങനെ തന്നെ അങ്ങ് വെക്കണം കേട്ടോ. നമ്മൾ അത് ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അങ്ങ് ഇളക്കി പോകരുത്. ഒന്നും ഇങ്ങനെ ഉറച്ച് വരട്ടെ. ഏകദേശം ഒന്ന് സെറ്റായിട്ട് വന്നാൽ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കുറച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് അങ്ങ് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ആയിട്ട് വരും കേട്ടോ, കുറേ ടൈമൊന്നും എടുക്കില്ല. ഇപ്പോൾ ഇതാ മുറുക്കി ഏകദേശം ഇവിടെ ആയി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ ഒന്ന് അങ്ങ് ആയി വന്നാൽ പെട്ടെന്ന് അങ്ങ് കോരിയിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന മുറുക്കിനെക്കാട്ടിലും ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ അത് നമ്മൾ ഫോക്സ് മില്ലറ്റ് വെച്ച് ചെയ്തെടുത്തതാണ്. അപ്പോൾ കുട്ടികൾക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ, ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി. ഞാനിനി ഓരോന്നായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ അതെല്ലാം ഞാൻ ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.